കൊല്ലത്ത് ശക്തമായ മഴയിൽ രണ്ടിടങ്ങളിൽ വള്ളം മറിഞ്ഞ് 8 പേരെ കാണാതായി. നീണ്ടകരയിലും തങ്കശ്ശേരിയിലുമാണ് വള്ളം മറിഞ്ഞത്. ശക്തമായ മഴയിൽ കുളത്തൂപ്പുഴ ആറ് കരകവിഞ്ഞ് സമീപ പ്രദേശങ്ങളിലെ 26 വീടുകളിൽ വെള്ളത്തിനടിയിലായി. ആറ്റിന്റെ തീരത്തെ വീടുകളിൽ ഭിത്തികൾ വിള്ളൽ വീണിട്ടുണ്ട്. രാജ്കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ 2 ദിവസമായി കുളത്തൂപ്പുഴയിലെ പ്രത്യേകിച്ച് കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ പെയ്യുന്ന മഴ അച്ചൻകോവിൽ ഉൾവനത്തിലും അതേപോലെ തന്നെ കുളത്തൂപ്പുഴ കല്ലാർ തുടങ്ങിയ ആ ഭാഗത്ത് ഉൾവനങ്ങളിലൊക്കെ അതിശക്തമായ മഴയുണ്ട്. മാത്രമല്ല അവിടെ വനത്തിനകത്ത് ഉരുൾപൊട്ടിയോ എന്നുള്ളൊരു സംശയം നാട്ടുകാർക്ക് ബലപ്പെട്ടിട്ടുണ്ട്. കാര്യം ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്നത് കുളത്തൂപ്പുഴ പാലത്തിൻ്റെ ആ ഒരു ഭാഗത്താണ്. അതിൻ്റെ ഒരു ഒഴുക്ക് ഇന്ന് ഒരു 2 മണിക്കൂർ മുമ്പുള്ള ഒരു ജലനിരപ്പ് ഇപ്പോൾ അല്ല, ജലനിരപ്പ് ചെറുതായി താഴ്ന്നിട്ടുണ്ട്. ഒഴുക്കിൻ്റെ ഒരു ശക്തിയും ചെറുതായി കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം മഴ തോർന്നു നിൽക്കുന്ന സമയമാണ്. വൻ മരങ്ങൾ, കാട്ടിലുള്ള വൻ തടിക്കഷ്ണങ്ങളും മരങ്ങളും മുഴുവനും ഒഴുകി പുതിയ പാലത്തിൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നു. അതും ഒരു അപകടാവസ്ഥയിലാണ്. പുതിയ പാലം നിർമ്മിക്കുന്നുണ്ട്. ആ പുതിയ പാലത്തിന് എന്തെങ്കിലും അപകടം സംഭവിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഇപ്പോൾ അതും ഒഴുക്കിൽപ്പെട്ട് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇതേപോലെ മഴ നിന്നാൽ, അതായത് ഈ കല്ലുവെട്ടും കുഴി അതുപോലെ ചൊഴിയക്കോട് ഉൾപ്പെടുന്ന ആ സ്ഥലങ്ങളിലെല്ലാം ഈ വീടുകൾ ഏതാണ്ട് 25-ലധികം വീടുകൾ വെള്ളത്തിൻ്റെ അടിയിൽ, പൂർണ്ണമായും വെള്ളത്തിൻ്റെ അടിയിലാണ്. ജീവിക്കാൻ കഴിയില്ല. ഇനി ആ ഭാഗത്ത് വെള്ളം തിരികെ ഇറങ്ങിപ്പോയി ശേഷം വീട് വൃത്തിയാക്കി അത് ഇതിലേക്ക് എത്തിച്ച ശേഷം മാത്രമേ അവിടെയും എന്തെങ്കിലും ഒരു ഇതിൽ പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അവരിപ്പോൾ ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ടെങ്കിലും പലരും ബന്ധു വീടുകളിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. പലർക്കും സാധനങ്ങൾ, അവരുടെ ജീവിതോപാധികൾ മുഴുവനും മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. അത്യാവശ്യമുള്ള ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ മാത്രമാണ്, ബുക്കുകളും കുട്ടികളുടെ ബുക്കുകളും ഉൾപ്പെടെ ചില കുട്ടികൾക്ക് ബുക്കുകളും നഷ്ടപ്പെട്ടു പോയി. അത് മുന്നറിയിപ്പ് ഇല്ല എന്ന് പറയുന്ന ഒരു വലിയ ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ഈ സാധാരണഗതിയിൽ മുൻകാലങ്ങളിലൊക്കെ ഒരു മുന്നറിയിപ്പ് വരും. പക്ഷേ ഇതൊരു രാത്രി പുലർച്ചെ 4 മണിക്ക് ഒരു അലാറം കേട്ടു, മറ്റൊന്നും തങ്ങൾക്ക് അറിയില്ല എന്നാണ്. ചിലർ ആ ജലനിരപ്പ് ഉയരുന്നത് കണ്ടു. എന്തായിരുന്നു ഇവിടുത്തെ അവസ്ഥ? ഇവിടെ നമ്മളെ വീടുകളെല്ലാം വെള്ളം കയറാൻ തുടങ്ങി. ശേഖര ബുദ്ധിമുട്ടാണ്. പിന്നെ പാവത്തങ്ങളാണ്, നമ്മളും പാവത്തങ്ങളാണ്. പക്ഷേ ഈ സർക്കാർ മെയിനായിട്ട് നോക്കിയേ പറ്റൂ. നോക്കിയില്ലെങ്കിൽ ഒന്നിച്ചിറങ്ങും. ഇനിയിപ്പം തുടർച്ചയായിട്ട് മഴ പെയ്യുവാണെങ്കിൽ നമ്മളെ പുതിയ പാലത്തിന് പോലും ഭീഷണിയാവുന്നൊരു രീതിയിലാണ് വരുന്നത്. ഈ മരം വന്ന് അടിച്ചിരിക്കുന്നത് തന്നെ പുതിയ പാലത്തിന് വല്ല കേടുപാടും ഉണ്ടാകുന്ന അറിയത്തില്ല. എങ്കിലും അപ്പം ഇരു കരയും നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക. ഇനി മഴ തുടർച്ചയായിട്ട് പെയ്യുവാണെങ്കിൽ വലിയ അന്തർ സംസ്ഥാന പാത അതിപ്പോൾ സ്തംഭിച്ചിരിക്കുകയല്ലേ? ഗതാഗതമില്ലല്ലോ. ഗതാഗതമില്ല. വലിയ ഇതിലാണ്. ഇപ്പം മൊത്തത്തിൽ ഇനിയിപ്പം കുറച്ച് 3-4 മണിക്കൂർ കൂടെ മഴ പെയ്യുവാണെങ്കിൽ വലിയ വിഷയത്തിലാണ് നമ്മളെ ഈ പുതിയ പാലം. ഒരു ഭാഗത്ത് ഈ വന്യമൃഗങ്ങളുടെ ശല്യം, കാട്ടാനയും കാട്ടുപോത്തും ഒക്കെ ഈ കുളത്തൂപ്പുഴ ടൗണിലൂടെ വിഹരിക്കുന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. കഴിഞ്ഞ ദിവസം ബഷീർ എന്ന് പറയുന്ന ഒരു തൊഴിലാളി കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ അതീവ ഗുരുതരമായി പരിക്കേറ്റ് മരിച്ചിരുന്നു. ഇപ്പോൾ ഒന്ന് ഈ വന്യമൃഗ ശല്യം രൂക്ഷം, മറുഭാഗത്ത് ഈ പറഞ്ഞതുപോലെ ഈ മഴയും മറ്റ് ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളും കുളത്തൂപ്പുഴ നിവാസികൾക്ക് ചെറിയ ഒരു ബുദ്ധിമുട്ടല്ല ഉണ്ടാക്കുന്നത്. അച്ചൻകോവിലും ജലനിരപ്പ് ഉയരുന്നുണ്ട്. അതും ഒരു പ്രശ്നമാണ്. അവിടെയും വന്യമൃഗങ്ങൾ, അതുമാത്രമല്ല ഈ വെള്ളം കയറി നിൽക്കുന്ന താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയ സ്ഥലങ്ങളിലെല്ലാം അവിടെ ഈ സർപ്പങ്ങളും ഇഴജന്തുക്കളും ഉരകങ്ങളെല്ലാം ഈ ഭാഗത്തെല്ലാം ധാരാളമായി ഈ വെള്ളത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒരു കാരണവശാലും വെള്ളത്തിൽ ഇറങ്ങരുത്. ആ നിലയിലുള്ള ഒരു അപകടം സംഭവിക്കാനുള്ള ഒരു സാധ്യത അവർ മുൻകൂട്ടി കാണുന്നു. അതേസമയം തെന്മല പരപ്പാർ ഡാമിൽ 99.37 ഇപ്പോഴത്തെ അവിടെ അടി. അതിൻ്റെ ജലനിരപ്പ് എന്ന് പറയുന്നത് സംഭരണ ശേഷിയിൽ ഇത് കഴിഞ്ഞ തവണത്തേക്കാളും വളരെ കുറവാണെന്ന് പറയുന്നു. ഇത്രയേറെ നീരൊഴുക്ക് ഉണ്ടായിട്ടും അത് അവിടെ എത്തിച്ചേരുമ്പോൾ അത്രയേറെ അത് ഉയരുന്നുമില്ല. അതായത് 106ൻ്റെ മുകളിലേക്ക് പോയാൽ മാത്രമേ ഡാമിൻ്റെ ഷട്ടറുകൾ തുറക്കാൻ സാധ്യതയുള്ളൂ. 115-116 വരെയാണ് അതിൻ്റെ സംഭരണ ശേഷി.